നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രമൊക്കെ തെളിയാൻ സമയമെടുക്കും. പല മണ്ഡലങ്ങളിലും പലതരത്തിലുള്ള ഊഹാപോഹങ്ങളാണ് നിൽക്കുന്നത്. ആര് മത്സരിക്കും, ആരിറങ്ങും, ഇന്നാരെ എതിരിടുമെന്നുള്ളതിനെക്കുറിച്ചൊക്കെ കീഴ്മേൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില മണ്ഡലങ്ങളൊക്കെ ചിലരങ്ങ് എടുത്തും കഴിഞ്ഞു. തിരുവനന്തപുരത്താണ് യഥാർത്ഥത്തിൽ ശരിയായ ത്രികോണ മത്സരം നടക്കാൻ പോകുന്നത്. ത്രികോണം എന്നാൽ തിരുവനന്തപുരം എന്നായി തീർന്നിരിക്കുകയാണ്. ശശി തരൂർ 4ാം വട്ടമാണ് ഇനിയിപ്പോൾ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ പോകുന്നത്. അദ്ദേഹം മത്സരിക്കാൻ വന്ന കാലം മുതൽ തന്നെ കോൺഗ്രസ്സുകാർ മുറുമുറുത്തു കൊണ്ടുവന്നതാണ്. നമുക്കറിയാം, മല്ലികാർജുൻ ഖാർഗെക്കെതിരെ മത്സരിച്ചപ്പോൾ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ തോൽപ്പിക്കാനായിട്ട് കച്ചകെട്ടി ഇറങ്ങിയത് കേരളത്തിലെ കോൺഗ്രസ്സുകാരാണ്. അവർ ശശി തരൂരിനെ വീണ്ടും ജയിപ്പിക്കുമോ കാലുവാരുമോ എന്നാണ് അറിയേണ്ടത്. ഇവിടെ CPIയുടെ മണ്ഡലം കൂടിയാണ്. CPI ഒരു കാലത്ത് എത്ര പ്രഗത്ഭന്മാരെയൊക്കെ ജയിപ്പിച്ചു വിട്ട മണ്ഡലമാണ്. PK വാസുദേവൻ നായർ, MN ഗോവിന്ദൻ നായർ, KV സുരേന്ദ്രനാഥ്, പന്ന്യൻ രവീന്ദ്രൻ. അവിടെയാണ് പിന്നീട് C ദിവാകരൻ വന്ന് മത്സരിച്ച് 3ാം സ്ഥാനത്തേക്ക് പോയത്. ഇനിയിപ്പോൾ CPI ഇവിടെ ക്ലച്ച് പിടിക്കാൻ പോകുന്നില്ല. അവർ 3ാം സ്ഥാനം തന്നെയായിരിക്കും. പക്ഷേ ഇവിടുത്തെ BJP സ്ഥാനാർത്ഥി ആരാണ് എന്നാണ് നോക്കുന്നത് പലരും. പല പേരുകളും പറയുന്നുണ്ട്. നിർമ്മല സീതാരാമൻ, എന്തിന് സാക്ഷാൽ നരേന്ദ്രമോദിയുടെ പേരും പറയുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർ, നടൻ കൃഷ്ണകുമാർ, അങ്ങനെ പലരുടെയും. പക്ഷേ തിരുവനന്തപുരവും തൃശ്ശൂരുമാണ് BJP കേന്ദ്ര നേതൃത്വം നോട്ടമിട്ടിരിക്കുന്നതും. തൃശ്ശൂർ ഏതാണ്ട് അങ്ങ് വിജയം അവരുടെ കൈകളിലായി എന്നുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഇനിയിപ്പോൾ തിരുവനന്തപുരം കൂടി അങ്ങ് എടുത്താൽ മതി എന്നുള്ളതാണ്. തരൂര് പറയുന്നത് പ്രധാനമന്ത്രി മോദി വന്നു നിന്നാലും എന്നെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ്. ശശി തരൂരിന് ലഭിക്കുന്ന വോട്ടെന്ന് പറയുന്നത് തീരദേശ മേഖലയിൽ നിന്നുള്ളതാണ്. പക്ഷേ തീരദേശ മേഖലയിൽ നിന്നുള്ള വോട്ട് ഇക്കുറി തരൂരിൽ ലഭിക്കുമോ എന്നുള്ളതും ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം മോദി സർക്കാർ തീരദേശവാസികൾക്ക് നൽകിയിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ തന്നെ അത് BJPക്ക് വോട്ടാക്കി മാറ്റാൻ കഴിയുമെന്നുള്ളതാണ്. അതിനുവേണ്ടി കേരളത്തിലെ BJP എത്രത്തോളം പ്രയത്നിക്കുമെന്നുള്ളതും അറിയേണ്ട കാര്യമാണ്. ഈ ശശി തരൂർ പറയുന്ന ഒരു കാര്യം, ശശി തരൂർ തിരുവനന്തപുരത്ത് വന്ന് ആദ്യം ജയിച്ചപ്പോൾ തന്നെ പറഞ്ഞത്, ഞാൻ തിരുവനന്തപുരം നഗരത്തെ അങ്ങ് ഒരു ബാഴ്സലോണയാക്കുമെന്ന് പറഞ്ഞു. അവസാനം അതെല്ലാം എവിടെ പോയി? ഇപ്പോൾ ബാഴ്സലോണ തിരുവനന്തപുരത്തെ കണ്ടുപഠിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, എനിക്കൊരു വിദേശകാര്യമന്ത്രിയാകാൻ മോഹമുണ്ട്, അതിനുവേണ്ടി ഞാൻ മത്സരിക്കുകയാണ്, തരം കിട്ടിയാൽ ഞാൻ വിദേശകാര്യമന്ത്രിയാകും. പക്ഷേ അതിനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നത് തരൂര് BJPയിലേക്ക് വരിക എന്നുള്ളതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് വന്നു നിന്ന് ശശി തരൂരിൻ്റെ ആ ഒരു ഇമേജും BJPയുടെ വോട്ടും എല്ലാം കൂടി സമാഹരിക്കുമ്പോൾ സുഖമായിട്ടുള്ള ഒരു വിജയത്തിലേക്ക് പോകാൻ കഴിയും. മോദി തന്നെ 3ാം വട്ടവും അധികാരത്തിൽ വരും. തരൂരിന് വിദേശകാര്യമന്ത്രിയാകാനും സാധിക്കും. തരൂർ എന്തുകൊണ്ട് യോഗ്യനാണ് അക്കാര്യത്തിൽ? അതിനകത്ത് യാതൊരു എതിർപ്പുമില്ല എന്നുള്ളതാണ്. തരൂരിനെ പോലുള്ള പ്രഗത്ഭന്മാരെ മോദിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വകുപ്പ് കൊടുക്കുകയും ചെയ്യും. അതിൽ തരൂരിന് വളരെ ശോഭിക്കാൻ കഴിയും. കാരണം തരൂര് വിശ്വപൗരനാണ്, അക്കാഡമിക് തലത്തിൽ ഉയർന്നു നിൽക്കുന്ന ആളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിൽ ശോഭിക്കാൻ കഴിയുന്ന ആൾ തന്നെയാണ്. ആ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയാണ് പറയുന്നത്, എനിക്ക് വിദേശകാര്യമന്ത്രി ആകണം. അല്ലാതെ ഇവിടെ നിന്ന് വിജയിച്ചിട്ടുള്ള വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്കൊരു വിദേശകാര്യമന്ത്രി ആകണം എന്ന്? പറഞ്ഞിട്ടില്ല. തരൂരിനെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും അർഹതപ്പെട്ടതായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ തരൂര് അതിന് കോൺഗ്രസ്സിൽ നിന്നിട്ട് കാര്യം ഇല്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ തരൂരിന് ആ പദവിയിലേക്ക് വരാനായിട്ട് അദ്ദേഹം വേറൊരു മുന്നണി മാറ്റത്തിലേക്ക് പോലും ഇനി ചിലപ്പോൾ കടന്നു എന്ന് വരാം.